ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് കേക്കാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാമിൻ്റെ ഡാർക്ക് കുക്കിംഗ് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് 100 ഗ്രാം ബട്ടർ, ഏകദേശം 30 ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇതിലേക്ക് ചോക്ലേറ്റ് റൈസ് ഫ്ലേക്സ് വേണം. ഏകദേശം ഒരു 1/4 കപ്പ് അത് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ നട്ട്സ് ആണ് ഇതിലേക്ക് വേണ്ടത്. അത് ഇഷ്ടമുള്ള നട്ട്സ് നമുക്ക് തിരഞ്ഞെടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് വീതം കാഷ്നട്ടും ബദാമും പീനട്ടും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. നന്നായിട്ട് പൊടിച്ചെടുക്കണ്ട, കുറച്ച് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി. പിന്നെ 3 ടേബിൾ സ്പൂൺ ഹണി വേണം. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അത് ബോയിൽ ആകുമ്പോഴേക്ക് അതിൻ്റെ പുറത്ത് മറ്റൊരു പാത്രം വെച്ചിട്ട് നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാണ് വേണ്ടത്. ഇനി ഈ ബൗളിലേക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റും ബട്ടറും ഇട്ട് കൊടുക്കാം. ഇതൊരു സ്പാച്ചിലും കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ചോക്ലേറ്റ് എപ്പോഴും നമ്മൾ ഡയറക്റ്റ് മെൽറ്റ് ചെയ്യിക്കരുത്, ഡബിൾ ബോയിൽ ചെയ്ത് തന്നെ മെൽറ്റ് ചെയ്യിക്കണം. ഇതിവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് വെളിയിൽ വെച്ച് ഒരു 3 മിനിറ്റ് നല്ലതുപോലെ ഇളക്കി ഇതൊന്ന് തണുപ്പിച്ചെടുക്കാം. ഈ കുക്കിംഗ് ചോക്ലേറ്റ് ചെറുതായിട്ടുള്ള സ്വീറ്റ്നെസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്യുന്നില്ല. ഒട്ടും മധുരം ഇല്ലാത്ത ചോക്ലേറ്റ് ആണെങ്കിൽ ഏകദേശം ഒരു 1/4 കപ്പ് പഞ്ചസാര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനുള്ളിലേക്ക് ഈ ബിസ്ക്കറ്റുകളൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് ഇത് പൊടിക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്കിനി തേൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം ഈ എടുത്ത് വെച്ചിരിക്കുന്ന റൈസ് ഫ്ലേക്സും ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും ഇതിൽ ഇട്ട് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലോഫ് പാനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതൊരു അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്ത ശേഷം ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് അമർത്തി തന്നെ സെറ്റ് ചെയ്തെടുക്കണം. ഇനി ഇത് തണുത്ത് സെറ്റാവാൻ വേണ്ടിയിട്ട് 2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇത് നമ്മൾ ഫ്രീസറിൽ വെച്ച് ഉപയോഗിക്കത്തില്ല. ഇതിവിടെ ഫ്രിഡ്ജിൽ വെച്ച് 2 മണിക്കൂർ തണുപ്പിച്ചെടുത്തതാണ്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ചോക്ലേറ്റ് ബിസ്ക്കറ്റ് കേക്ക് ഇവിടെ തയ്യാറായി. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.